ബീറ്റ്സ് ടിവി എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് അതിന് അവസരം ഉണ്ടായത്. എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി, കുറച്ച് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും ലേഡീസ്, നമ്മളെ പോലുള്ള ലേഡീസ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു ഇത്തിരി കുഞ്ഞനുണ്ട്, അതാണ് നമ്മളുടെ മെൻസ്ട്രൽ കപ്പ് അല്ലേ. അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് ഇത് മനസ്സിലൊരു ഭീതിയായിരുന്നു, ഇത് എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ പല സ്ത്രീകൾക്കും ഇതിനെ കുറിച്ച് കുറച്ച് ആവലാതി ഉണ്ട്. എന്തൊക്കെയാണ് ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലേക്ക് വെക്കുക, നമുക്ക് വെക്കുമ്പോൾ വേദന ഉണ്ടാവുമോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പീരിയഡ്സിൽ ലീക്ക് ഉണ്ടാവുമോ, ലീക്കേജ് ഇഷ്യൂസ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഈ പറയണ പോലെയൊക്കെ നടക്കുമോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇഷ്യൂസാണ്. മെയിൻലി നമുക്ക് പെയിൻ ഉണ്ടാവും എന്നുള്ളൊക്കെ ഒരു പേടിയാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാനൊരു ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു തവണ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം നിങ്ങൾ മാറി ചിന്തിക്കില്ല. ഇപ്പം ഞാൻ പാഡ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ടാമ്പോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മുടെ പീരീഡ്സ് എന്ന് പറയുന്നത് ഒരു 30 ആയിട്ടുള്ള ഒരു ഫീലായിരിക്കും. നമുക്കിത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ഡ്രസ്സിലൊക്കെ ലീക്ക് ആകുമോ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊന്നും നമുക്ക് പങ്കെടുക്കാനോ, അല്ലെങ്കിൽ ഓട്ടം ചാട്ടം പോലുള്ളത്, സ്വിമ്മിങ് പോലുള്ളത്, ഈവൻ നമുക്കൊരു വീഗാലാൻഡിൽ ഒരു ഇതിന് പോവുകയാണെങ്കിൽ പോലും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ പേടിയായിരിക്കും. ഒരു പീരീഡാണ്, നമ്മൾ എവിടെയും പോകില്ല. ഈവനൊരു കല്യാണത്തിന് പോകാൻ പോലും നമുക്കൊരു ടെൻഷനായിരിക്കും. കാരണം നമുക്ക് പൊതുവേ നമുക്കൊരു ഡേർട്ടി ഫീലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്താലുള്ള പ്രത്യേകത. നമുക്ക് ഒട്ടും ലീക്കേജിൻ്റെ ഇഷ്യൂ ഉണ്ടാവില്ല, മെയിനായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരിക്കും നമുക്ക്. അതുപോലെ തന്നെ ഏത് ആക്ടിവിറ്റീസ്, ഓടുക, ചാടുക, ഈവൻ നമുക്ക് സ്വിം ചെയ്യാം, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് യാതൊരു ലീക്കേജിന് ഇഷ്യൂസ് ഇല്ല. നമുക്ക് ഏത് കളർ ഡ്രസ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സ് അല്ലെങ്കിൽ റെഡ് കളർ ഡ്രസ്സ് ഈ പീരീഡ്സിൻ്റെ സമയത്ത് മാത്രം മാറ്റി വയ്ക്കും. അപ്പോൾ സ്പെഷ്യലി ആ ഒരു ഡേയ്സിൽ നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യോ ബാക്കിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണേ, ബാക്കിൽ നോക്കണേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടെൻഷനായിരിക്കും, എപ്പോഴും ടെൻഷനായിരിക്കും. അതിൻ്റെ ഒന്നും യാതൊരു ഇഷ്യൂസും ഉണ്ടാവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത്, ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു 8 to 12 hours നമുക്ക് ഈസി ആയിട്ടത് വെച്ചുകൊണ്ടിരിക്കാം. നമുക്ക് ലീക്കേജ് ഇഷ്യൂസ് ഉണ്ടാവില്ല. നമ്മൾ പാഡൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും 4 to 5 hours നമ്മൾ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലാച്ചാലും നമുക്ക് എന്തുണ്ടാവും, ഇൻഫെക്ഷൻസ് ഉണ്ടാവും, ബാക്ടീരിയൽ ഇഷ്യൂസ് ഉണ്ടാവും, നമുക്കവിടെ ഇച്ചിങ്ങും ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ടാമ്പോൺസിൻ്റെ ഇഷ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടാമ്പോൺസ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ പക്ക ടൈമിൽ ഇത് മാറ്റാൻ പറ്റിയില്ല വെച്ചാൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത 100% ആണ്. യൂഷ്വലി ഇത് 3 ടൈപ്പിൽ അവൈലബിൾ ആണ്: സ്മോൾ, മീഡിയം, ലാർജ്. അപ്പം നമ്മളുടെ ബോഡി നേച്ചർ അനുസരിച്ച് നമ്മളിത് സെലക്ട് ചെയ്താൽ മതി. അതായത് പൊതുവെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്മോൾ എന്ന് പറയുന്ന വോർജിൻ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് മാരീഡ് അല്ലാത്ത കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് സ്മോൾ സൈസ്. അതുപോലെ തന്നെ മീഡിയം എന്ന് പറയുന്നത് നോർമൽ ബർത്ത്, കുട്ടികൾക്ക് ജന്മം നൽകാത്ത അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് സിസേറിയനൊക്കെ കഴിഞ്ഞ അമ്മമാർക്ക് മീഡിയം സൈസ്. അതുപോലെ തന്നെ ലാർജ് എന്ന് പറയുന്നത് നോർമൽ ബർത്ത് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 1-2 ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ ആ ഒരു സൈസ് യൂസ് ചെയ്യാം. എന്നിരുന്നാൽ പോലും നമ്മൾ ഇങ്ങനെ ഒരു പൊതുവായിട്ട് പറയുന്നതാണ്, നമ്മളുടെ ഒരു നാച്ചുറൽ അനുസരിച്ച്, നമ്മളുടെ ഒരു സ്കിന്നിൻ്റെ നാച്ചുറൽ അനുസരിച്ച് വേണം നമ്മളിത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പൊതുവെ ഇങ്ങനെയാണ് പറയണത്. അപ്പോൾ ഏറ്റവും കൂടുതലൊരു ടെൻഷൻ ഉള്ളത് കല്യാണം കഴിക്കാത്ത കുട്ടികൾക്കായിരിക്കും ടെൻഷൻ ഉണ്ടാവുക. കാര്യം ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവുമെന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിരിക്കുന്ന എനിക്കാണെങ്കിൽ പോലും അതിൻ്റെ ഒരു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നോർമലായിട്ട് നമ്മൾ വെർജിൻ ആയിട്ടുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇൻസേർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടാവും. പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മെൻസ്ട്രൽ പീരീഡിൻ്റെ ആ ഒരു സർക്കിളിൻ്റെ ടൈമിലുള്ള ആ ഒരു പെയിൻ പോലെ തന്നെയുള്ളൂ. നമുക്ക് അൺസൈക്കബിൾ ആയിട്ടുള്ള പെയിനോ അങ്ങനെയുള്ള കാര്യങ്ങളോ, നമ്മൾ പേടിപ്പെടുത്തുന്നതായ ഒരു കാര്യങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിൽ നമുക്ക് പെയിൻ ഉണ്ടാവും. അപ്പം നമ്മളിത് യൂസ് ടു ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ മറുത്ത് ചിന്തിക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് കംഫർട്ടബിൾ ആണ് മെൻസ്ട്രൽ കപ്പ്. ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായിട്ടും മെൻസ്ട്രൽ കപ്പ് ട്രൈ ചെയ്ത് നോക്കുക.
നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ക്ലീൻ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 to 12 years വരെയൊക്കെ ഇത് യൂസ് ചെയ്യാം. നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ ടാമ്പോൺസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പാഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് പറയുന്ന നമ്മളുടെ ഒരു കണക്ക് വെച്ച് നമ്മളുടെ ഒരു പീരീഡ്സിൻ്റെ ആ ഒരു ടൈം വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു 11,000-ഓളം ടാമ്പോൺസ് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള പാഡ്സ് ഒക്കെ നമ്മൾ യൂസ് ആൻഡ് ത്രോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു കണക്കിൽ പറയുക. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്കൊരു 350-400 രൂപ ആണ് ഒരെണ്ണത്തിന് വരുന്നത്. നമുക്ക് 10-12 വർഷം യൂസ് ചെയ്യാം. എത്ര വന്നാലും നമ്മൾ 2 എണ്ണം വാങ്ങിച്ചാലും നമുക്ക് റേറ്റ് വരുന്നത് 1000-1500 രൂപ ഏറ്റവും മാക്സിമം നമുക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് പോവുള്ളൂ. പക്ഷേ അതെന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ നാച്ചുറിന് തന്നെ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നാച്ചുറിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. കാരണം നമ്മളുടെ പീരിയഡ്സ് നമ്മൾ ബ്ലഡ് ഇതിലാണ് കളക്ട് ചെയ്യണത്. ഇതിൽ കളക്ട് ചെയ്തിട്ട് അതിന് ശേഷം നമ്മളിത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ടോയ്ലറ്റിൽ കളഞ്ഞിട്ട് ഫ്ലഷ് ചെയ്താൽ മതി. ഫ്ലഷ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ കാര്യം. നമ്മൾ ചില ആൾക്കാർ ടോയ്ലറ്റിലൊക്കെ പാഡൊക്കെ വേറെ നിവൃത്തിയില്ലാണ്ട് നിക്ഷേപിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം നമ്മളൊരു പുറത്തൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് പീരിയഡ്സ് ആയി നമുക്കൊന്ന് മാറണം, എന്ത് ചെയ്യും നമ്മളുടനെ ചില ആൾക്കാർ ചെയ്യുന്ന പാഡ് ഊരിയിട്ട് നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയും. അതൊക്കെ നമുക്ക് കൊള്ളൂലല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ബ്ലഡ് നമുക്ക് കളയാനുള്ള ഓപ്ഷനും ഇതുകൊണ്ടുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ വരെ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഇത് ഉപകാരമാകും. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് യാതൊരു വീഡിയോ കണ്ടിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാനൊന്നും വായിച്ചിട്ടുമില്ല. ജസ്റ്റ് നമ്മൾ മെൻസ്ട്രൽ കപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ പൊതുവേ നമ്മൾ ആഡൊക്കെ കാണില്ല. അതല്ലാണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ത്രൂ ഔട്ട് കാണാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. കാരണം വെച്ചാൽ പലർക്കും പല രീതിയിലുള്ള അഭിപ്രായമായിരിക്കില്ല. അതുകൊണ്ട് ഞാനത് കാണാൻ നിന്നിട്ടില്ല. ജസ്റ്റ് ഇതിനെക്കുറിച്ചൊരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിൻ്റെ നമ്മൾ ലീഫ്ലെറ്റിൽ വായിച്ചു, അതിന് ശേഷമാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ തന്നെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്ന പൊസിഷനൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ തന്നെ ചെയ്തത്. അപ്പോൾ നമുക്കൊരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ അതുപോലെ തന്നെ വെക്കുന്ന രീതിയൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് യാതൊരു ഇഷ്യൂസും ഉണ്ടാവില്ല. ഒരു എക്സാക്റ്റ് നമ്മൾ എങ്ങനെയാണ് വെക്കണ ഒരു പൊസിഷനും അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു വെക്കുന്ന രീതി നമുക്ക് കംഫർട്ടബിൾ ആയൊരു രീതി കണ്ടുപിടിക്കും. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ കണ്ടുപിടിക്കുക, അത് നിൽക്കണ ഒരു പൊസിഷൻ കണ്ടുപിടിക്കുക. എനിക്ക് നിൽക്കണ ഒരു പൊസിഷനാണ് നല്ലത് ഇരുന്ന് വെക്കണേക്കാളും കൂടുതൽ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് നേരിട്ട് ചോദിച്ചോളൂ കേട്ടോ, വാട്സപ്പിൽ ചോദിച്ചോളൂ. ഞാൻ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ഉപയോഗിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, അല്ലെ നമ്മൾ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ഇതിലില്ല. ധൈര്യമായിട്ട് യൂസ് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വരാം. ഇതാണ് മെൻസ്ട്രൽ കപ്പ്. നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒരുപാട് നാളായെങ്കിലും പേടി കൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഇത്തിരി കുഞ്ഞിനെ പേടി കൊണ്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരമാവും. അപ്പോൾ നമുക്ക് എന്താണ് മെൻസ്ട്രൽ കപ്പ് നോക്കാം. മെൻസ്ട്രൽ കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലിക്കൺ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കപ്പ് ഷേപ്പിലുള്ള ഒരു ഉപകരണമാണ്. ഇത് നമ്മളുടെ ആർത്തവ കാലത്ത് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ആർത്തവ രക്തത്തെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതായത് നമ്മളുടെ പാഡ് പോലെ ടാമ്പോൺസ് പോലെയൊക്കെ ആർത്തവ രക്തത്തെ ശേഖരിച്ച് വയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇതിന് 3 അതായത് നമ്മളുടെ ഒരു ബോഡി ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടെയിൽ പോലത്തെ ഒരു ഭാഗമുണ്ട്, ഗ്രിപ്പുള്ളൊരു ഭാഗമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പ് വശത്ത് ചെറിയ ചെറിയ ഹോൾസ് കാണാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്വമാണ്. നമ്മളുടെ വെജിനലിൻ്റെ ഉള്ളിലകത്ത് നന്നായിട്ട് നല്ല പോലെ പിടിച്ചിരിക്കാൻ, ഇത് പുറത്തേക്കൊന്നും വരാണ്ട് ഒരു വാക്വം ഫീൽ നൽകിയിട്ട് അത് നന്നായിട്ട് ഇരിക്കാനായിട്ടാണ് ഇത് സഹായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്ന വെച്ചാൽ തിളച്ച വെള്ളത്തിലിട്ടിട്ട് 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മളിത് യൂസ് ചെയ്യുക. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പും ഉപയോഗിച്ച ശേഷം നമ്മൾ എടുത്ത് വെക്കുന്നതിന് മുമ്പായിട്ടും ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു മെൻസ്ട്രൽ കപ്പാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുറം ഭാഗമൊക്കെയാണിത്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ടൈം യൂസാണ്. നമുക്ക് 10 മുതൽ 12 വർഷം വരെ ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലോങ് ടൈമായിട്ട് നമുക്കത് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ധൈര്യമായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. 12 മണിക്കൂർ വരെ പറയുന്നുണ്ട്, എങ്കിൽ പോലും നമുക്ക് 6 മുതൽ 8 മണിക്കൂർ വരെ വെക്കാം. കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉള്ള ആൾക്കാർ 6 to 8 ഹവേഴ്സിനുള്ളിൽ ചേഞ്ച് ചെയ്യാം. നമുക്കൊരു നൈറ്റ് ഫുൾ ടൈം നമുക്ക് വെച്ചുകൊണ്ടിരിക്കാം. യാതൊരുവിധ ലീക്കേജ് അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അഥവാ ഒരുപാട് ബ്ലഡ് ഫ്ലോ ഉള്ള ആൾക്കാർക്ക് ഇടയ്ക്കൊന്ന് ജസ്റ്റ് മാറ്റാവുന്നതാണ്. ഒരു 6 മുതൽ 8 മണിക്കൂറിനുള്ളിൽ മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ക്ലീൻ ആൻഡ് നീറ്റ് ഫീലാണ് നമുക്ക് ഈ ഒരു
നമ്മളുടെ മെൻസ്ട്രൽ ടൈമിൽ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തും നമുക്ക് ചെയ്യാം. ഈവൻ നമുക്ക് സ്വിമ്മിങ് പോലും ഈ സമയത്ത് ചെയ്യാം. ഓടാം, ചാടാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇത് താഴെ പോകുന്നോ അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ലീക്ക് ആവുമോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഒന്നും ഉണ്ട്. ലീക്കേജ് ഇഷ്യൂസ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ പാഡ്സ് അല്ലെങ്കിൽ ടാമ്പോൺസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് റാഷസ് ഉണ്ടാകും. അതുപോലെ തന്നെ അലർജിക് ഇഷ്യൂസ് ഉണ്ടാകും. അങ്ങനെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇടയ്ക്കിടെ ചേഞ്ച് ചെയ്ത് മസ്റ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ഡർട്ടി ഫീലാണ്. പിന്നെ ഒരു വേസ്റ്റ് നമുക്ക് എന്തായാലും ഒരു വേസ്റ്റ് വരും. എന്തായാലും നമ്മൾ കത്തിച്ച് കളയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രകൃതിയിലേക്ക് വലിച്ചെറിയോ അല്ലെങ്കിൽ ചില ആൾക്കാർ ടോയ്ലറ്റ് തന്നെ ഇത് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് എൻവയോൺമെൻറ്റിന് ഏതായാലും ഇതൊരു ദോഷകരമാണ്. പക്ഷേ നമ്മളുടെ മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ വേസ്റ്റേജ് വരണില്ല. പിന്നെ അതുപോലെ തന്നെ ടാമ്പോൺസ് ഓൾസോ നമ്മുടെ സ്കിന്നിൽ ഇഷ്യൂസ് ഉണ്ടാവും. എൻ്റെ ഒരു ഫ്രണ്ടിന് അലർജിക് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. വെർജിനിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ട് 3 മാസം വരെ പുള്ളി റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നമ്മൾ മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കുമ്പോൾ അതിനകത്തൊരു പൗച്ചിലാണ് ഇത് ലഭിക്കുക. 2 പീസ് എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ പുതിയതായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ ഒരു കോട്ടണിൻ്റെ പൗച്ചാണ്. അതായത് നമുക്ക് ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അതായത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. കണ്ടോ, ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പൗച്ചിനകത്ത് ഒരു പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ പുതിയ മെൻസ്ട്രൽ കപ്പ് ഇരിപ്പുണ്ട്. കണ്ടോ, അപ്പോൾ ഇത് ഉപയോഗിക്കാത്തതാണ്. നമുക്കിപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ആൾക്കാർക്ക് 1-2 കയ്യിൽ വയ്ക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു ലീഫ്ലെറ്റ് ഉണ്ട്. മസ്റ്റായിട്ടും നിങ്ങൾ ഫുള്ളായിട്ട് വായിച്ച് നോക്കുക. ഇത് എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ കപ്പാണ്. നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഇടാം, നിങ്ങൾ വാങ്ങിച്ച് നോക്കുക. ഒരു പ്രശ്നമില്ല, എനിക്ക് ലീക്കേജ് പ്രശ്നം തോന്നിയില്ല. കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നുണ്ട്. വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ കൈ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലീഫ്ലെറ്റ് എടുത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക. എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുക. നോർമലി ഇത് 3 സൈസിലാണ് അവൈലബിൾ ഉള്ളത്. സ്മോൾ, മീഡിയം ആൻഡ് ലാർജ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മീഡിയം സൈസാണ്. നമുക്കിതിന് എങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. 2 ടൈപ്പ് കാണിച്ചിട്ട് ഇത് വളരെ സിമ്പിളായിട്ട് ഈ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ മറ്റൊരു മാർഗ്ഗം കൂടെ കാണിച്ചു തരാം. നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് പ്രസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലും നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാം. ഇത് കൂടുതലും സ്മോൾ സൈസ് ഉള്ള കുട്ടികൾക്ക് ആണ് യൂസ്ഫുൾ ആയിരിക്കാൻ തോന്നുന്നു. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം, ഒന്നും കൂടെ നോക്കുക. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു രീതി പരീക്ഷിച്ചിട്ട് നോക്കുക. 2-3 സൈസ് നോക്കിയിട്ട് ഏറ്റവും കംഫർട്ടബിൾ രീതി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ 1-2 രീതികൾ കാണിച്ചു തരാം. അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന രീതികളാണ് കാണിച്ചു തരണത്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയതാൽ നോക്കിയിട്ട് ആ രീതിയിൽ വയ്ക്കാം. നമുക്ക് പല വിധത്തിൽ ഒരു 5-8 ടൈപ്പ് ഉണ്ട് കേട്ടോ. രീതിയിൽ വയ്ക്കുന്ന ടൈപ്പുകളുണ്ട്. അതിൽ കംഫർട്ടബിളായി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അതിന് ശേഷം ഇൻസേർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്ക് മെൻസ്ട്രൽ കപ്പ് വാഷ് പരിചയപ്പെടാം. ഇതും ഞാൻ ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്കാണ് ഇത് കംഫർട്ടബിൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് 5 മിനിറ്റ് വെച്ചതിന് ശേഷം യൂസ് ചെയ്യുക, അതൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വളരെ കുറച്ച് എമൗണ്ട് മാത്രം എടുത്താൽ മതി. ഒരു ലിക്വിഡായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ളതാണ്. അതായത് ഒരു സോപ്പ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഇൻറ്റിമേറ്റ് ഹൈജീന് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. നമ്മൾ നോർമൽ ഓഫീസിലൊക്കെ പോയിരിക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ എങ്ങനെ വാഷ് ചെയ്ത് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു കംഫർട്ടബിൾ ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണിത്. അപ്പോൾ നമ്മൾ മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കുമ്പോൾ എസ്പെഷ്യലി ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർ ഇതുപോലത്തെ ഒന്നും കൂടെ വാങ്ങിച്ചു വയ്ക്കാം. നിങ്ങൾക്ക് ഒരുപാട് നാളത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറഞ്ഞ 2-3 ഡ്രോപ്സ് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മൾ ഓരോ സമയത്ത് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് 2-3 തുള്ളി എടുക്കുക. അതിന് ശേഷം ഈ മെൻസ്ട്രൽ കപ്പ് നമ്മൾ വാഷ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ജെന്റ്ലി ഒന്ന് റബ്ബ് ചെയ്ത് നമുക്ക് ചുറ്റും നന്നായിട്ട് അകത്തും പുറത്തും ഒന്ന് ഇതാക്കിയതിന് ശേഷം നമ്മൾ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് റീഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ
വീട്ടിലല്ലാതെ ഇങ്ങനെ ഓഫീസിൽ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ വീട്ടിലല്ലാത്ത ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ബാഗിൽ കീപ്പ് ചെയ്ത് ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് ബാഗിൽ ഇത് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഹൈജീനായിട്ട് നമ്മളുടെ ആ ഒരു മെൻസ്ട്രൽ കപ്പ് ഇരിക്കാനായിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒറിജിനൽ പാർട്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു മെൻസ്ട്രൽ കപ്പ് വാഷ് ഇത് വാങ്ങിക്കും. ഇതും വളരെ നല്ലതാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്മെല്ലാണ്. ഒരു ലൈക്ക് ഒരു ഓറഞ്ചിൻ്റെയോ ലെമണിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്. 249 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓൺലൈനിൽ പല ടൈമിലും ഇതിന് ഓഫർ ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ വാങ്ങിക്കുക. വളരെ 100 രൂപയിലൊക്കെ കുറവുണ്ടാവും കേട്ടോ. ആ സമയത്തൊക്കെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം. ഇതിനും ഒരു ലീഫ്ലെറ്റ് ഉണ്ട്. യൂസ് ചെയ്യുന്ന മെത്തേഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ലിക്വിഡായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇതാണ് അതിൻ്റെ ബോട്ടിൽ. ടീ ട്രീ എസെൻഷ്യൽ ഓയിലും നീം ഓയിലും ഒക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. പീച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഡ്രോപ്പ് ആയിട്ട് പുറത്ത് വരുന്നത് കാണിച്ചു തരാം. നമ്മൾ വെർജിനയിൽ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യണതാണ് കാണിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം തന്നെ അത് ഓപ്പൺ ആയിക്കോളും. നമ്മൾ അതിൽ ടെൻഷൻ ആവണ്ട. ഇനി ഇത് ഓപ്പൺ ആയിട്ടില്ല എന്ന് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കപ്പിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് പിടിച്ച് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ക്ലോക്ക് വൈസിലൊന്ന് ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ ഓപ്പൺ ആയിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്കത് 5 to 6 hours കഴിഞ്ഞിട്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ടെയിൽ പോലെ ഭാഗത്ത് പിടിച്ച് താഴേക്ക് നമ്മൾ വലിച്ച് എടുത്താൽ മതിയാവും. നമ്മൾ മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കുമ്പോൾ കറക്റ്റ് സൈസ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹാൻഡ്സ് നന്നായിട്ട് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ചോ നന്നായിട്ട് മസ്റ്റായിട്ടും നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള മെൻസ്ട്രൽ കപ്പ് വേണം നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് റിലാക്സ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയ പെയിനൊക്കെ ഫീൽ ചെയ്യും. ടെൻഷനൊന്നും വേണ്ട. റിലാക്സ് ആയിട്ട് ട്രൈ ചെയ്യുക. പുഷ് ചെയ്ത് വെജിനെ ഓപ്പൺ ചെയ്യാനൊന്നും നമ്മൾ ശ്രമിക്കേണ്ട. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഉള്ളിലേക്ക് ശ്വാസം എടുത്തതിന് ശേഷം നമ്മൾ പതിയെ വേണം ട്രൈ ചെയ്യാനായിട്ട്. ഒരു എക്സാക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു കുറച്ച് പൊക്കമുള്ള ഭാഗത്ത് കാല് ഉയർത്തി വെച്ചതിന് ശേഷം നമ്മൾ നടുവൊന്ന് പതിയെ കുറച്ച് വളച്ച് കൊടുത്തിട്ട് നമ്മൾ വെജിനയിലേക്ക് ഇൻസേർട്ട് ചെയ്യണ ആ ഒരു പൊസിഷൻ കുറച്ചും കൂടെ മറ്റുള്ളതിലേക്കാളും ഇരുന്നുള്ള പൊസിഷനിലേക്കാളും എനിക്ക് കംഫർട്ടബിളായി. അപ്പോൾ നിങ്ങളും ആ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ റിലാക്സ് ആയിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ എടുക്കണ സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾ റിലാക്സ് ആയിട്ട് പതിയെ നമ്മൾ പുറത്തേക്ക് എടുക്കാനും ശ്രമിക്കുക. നമ്മൾ വെക്കുമ്പോഴും എടുക്കുമ്പോഴും ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നതിന് മുമ്പും യൂസ് ചെയ്തതിന് ശേഷവും എന്തായാലും സ്റ്റെറിലൈസ് ചെയ്യാൻ മറക്കരുത്. അത് മസ്റ്റായിട്ട് മറക്കാൻ പാടില്ല. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരു പാത്രം എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ വെള്ളം നന്നായിട്ട് നിറച്ചിട്ട് വെള്ളം ഇല്ലാണ്ട് നമ്മളത് ഉരുക്കിയൊക്കെ പോകും. 5 മിനിറ്റ് നമ്മൾ നോക്കി നിൽക്കുക സ്റ്റെറിലൈസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് 5-7 മിനിറ്റ് വെക്കുക. അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ യൂസ് ചെയ്തതിന് ശേഷം പീരീഡ്സിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മളുടെ ആ പൗച്ചിലാക്കിയിട്ട് ഒരു വെള്ളമായി ഒന്നും ഇല്ലാണ്ട് പൗച്ചിലാക്കിയിട്ട് നമ്മൾ റിട്ടേൺ വെക്കുക. അതിനുശേഷം റീയൂസ് ചെയ്യുമ്പോൾ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുക. 9496525998 മെസ്സേജ് ഇടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റു പുതുമയെന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.